കുടുംബങ്ങളെ, നിന്റെ സഹോദരങ്ങളും സമപ്രായക്കാരും ചുമക്കാത്ത ഭാരം നീ ചുമക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിന്റെ സഹോദരങ്ങളെയും സമപ്രായക്കാരെയും ഏൽപ്പിക്കാത്ത ചില വലിയ അനുഗ്രഹങ്ങൾ ദൈവം നിന്നെ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 43:26 വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്തുകൊണ്ട് ചെന്ന് അവന്റെ മുമ്പാകെ വച്ചു, അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന വേദഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയരെ, ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ആയിരിക്കാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നു. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ്. വചനത്തിൻ്റെ മർമ്മങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നമേ, വചന ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നമേ ഇസ്രായേലിലായിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജർമ്മനിയുടെ ഭാഗത്തായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലായിരിക്കുന്ന പ്രിയ കുടുംബം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുകയുണ്ടായി. ആ ദേശത്ത് സന്തോഷകരമായി തുടരേണ്ടതിനും ദൈവത്തിൻ്റെ അനുകൂലത അങ്ങേയറ്റം ഉണ്ടാകേണ്ടതിനും പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും തക്ക സമയത്ത് മറുപടി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും ഈ പ്രാർത്ഥനയിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ. നന്നായിട്ട് ജോലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടുന്ന് ഇടവരുത്തുമാറാകണമെന്ന് ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. നാട്ടിലായിരിക്കുന്ന കുടുംബത്തെ ഈ അവസരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഒരു വലിയ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ, ആയുസ് ഉണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ. ഈ കുടുംബത്തിൽ ഈ പറയപ്പെട്ട വിഷയങ്ങൾ വാഴട്ടെ എന്ന് അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരുണ കാണിച്ചാട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിലായിരിക്കുന്ന കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്ത് സന്തോഷകരമായി തുടരേണ്ടതിന്, ദൈവത്തിന് അനുകൂലത അങ്ങേയറ്റം ഉണ്ടാകേണ്ടതിന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ജർമ്മനിയുടെ ഭാഗത്തായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും തക്ക സമയത്ത് മറുപടി ഉണ്ടാകട്ടെ. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും ഈ പ്രാർത്ഥനയിൽ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. നന്നായിട്ട് ജോലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടുന്ന് ഇടവരുത്തുമാറാകണമേ. നാട്ടിലായിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. സാമ്പത്തികമായിട്ടൊരു വലിയ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. ആയുസ്സും ആരോഗ്യവും ഈ കുടുംബങ്ങളിൽ വാഴട്ടെ എന്ന് അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് കരുണ കാണിക്കണമേ. അങ്ങയുടെ ദയ ഈ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. 2024 മുഴുവൻ ദൈവത്തിൻ്റെ അനുകൂലത അങ്ങേയറ്റം അനുഭവിച്ച് കർത്താവെ മുന്നേറുവാൻ സഹായിക്കണമേ. പുതിയ വർഷമൊക്കെ ഈ കുടുംബങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആയി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങളെ, തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമുക്ക് ശ്രവിക്കാം. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ നടുവിൽ വളരെ തിരക്കോടുകൂടെ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ അനുഗ്രഹം എങ്ങനെ സ്വന്തമാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരിമേൽപ്പിച്ചിരിക്കുന്ന ദൂത് നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം
ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി, അണ്ടർലൈൻ ചെയ്യാം, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങി. 14-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കൂ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ചുരുക്കത്തിൽ നമ്മുടെ സകലവിധ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ യേശു ക്രൂശിൽ യാഗമായി തീർന്നു. അവന്റെ യാഗമെന്ന് പറയുന്നത് ഫിനിഷ്ഡ് വർക്കാണ്, പൂർത്തീകരിക്കപ്പെട്ട യാഗമാണ്. അങ്ങനെ നമ്മെ അവിടുന്ന് വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ സന്തതിയാക്കി മാറ്റി. എങ്ങനെ? നമ്മുടെ സകലവിധ ശാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു യാഗമായി തീർന്നതോടുകൂടെ അബ്രഹാമിന്റെ സന്തതിയാക്കി നമ്മളെ മാറ്റുകയായിരുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹമെല്ലാം നമ്മുടേതാക്കി തീർക്കുകയായിരുന്നു. ആർക്കാണ് ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർക്ക്, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവർക്ക്, ദൈവ മക്കൾ ആയവർക്ക് ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. ആകയാൽ അബ്രഹാമിന്റെ സന്തതിയായി, ദൈവ പൈതലായി എന്ന വിശ്വാസത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. എങ്ങനെയാ കർത്താവിന്റെ അടുക്കലേക്ക് വരേണ്ടത്? ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് അബ്രഹാമിന്റെ സന്തതിയായി ഞാൻ മാറി, ദൈവത്തിന്റെ പൈതലായി മാറി, ദൈവത്തിന്റെ മകനായി മാറി, മകളായി മാറി എന്ന വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാവുന്നതാണ്. ഒരപ്പന്റെ അടുക്കലേക്ക് ഒരു മകൻ അല്ലെങ്കിൽ മകൾ ചെല്ലുന്നത് പോലെ വിശ്വാസത്തോടെ ചെല്ലുക. യെസ്, സ്വർഗത്തിലെ ദൈവം നല്ല പിതാവാണ്. സ്വർഗത്തിലെ ദൈവം കരുണാമയനാണ്. സ്വർഗത്തിലെ ദൈവം കരുണാസമ്പന്നനാണ്. സ്വർഗത്തിലെ ദൈവം സ്നേഹവാനാണ്, സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന പല സന്ദർഭങ്ങളിലും നിങ്ങൾ ഈ പറയപ്പെട്ട വചനങ്ങളും പറയപ്പെട്ട പോയിന്റുകളും ഒക്കെ നോട്ട് ചെയ്തു വെക്കുന്നു എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കരഞ്ഞുകൊണ്ടല്ല ചെല്ലേണ്ടുന്നത്, വിശ്വാസത്തോടെ ചെല്ലുക. അയ്യോ, ഞാൻ ഇതിന് യോഗ്യനല്ല എന്ന ചിന്തയോടെ ഒരിക്കലും ചെല്ലരുത്. അയ്യോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള മനോഭാവത്തോടെ ചെല്ലരുത്. പാപമോചനം പ്രാപിച്ച് യേശുവിൽ വസിക്കുന്ന ഒരു വ്യക്തി മുമ്പ് ആരായിരുന്നാലും എന്ത് കുറവുണ്ടായിരുന്നാലും അവിടുന്ന് നിന്നെ ചേർത്തു നിർത്തുമെന്ന് അറിയുക. സഹോദരങ്ങളെ, അവിടുന്ന് നിന്നെ ചേർത്തു നിർത്തും. നിന്റെ എല്ലാ കുറവുകളെയും അവൻ കണക്കിടാതെ നിന്നെ അവിടുന്ന് സഹായിക്കുക തന്നെ ചെയ്യും. വേദപുസ്തകം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അടുത്ത വചനം ഇങ്ങനെയാണ്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ആശ്വാസം പകരുന്ന വചനങ്ങൾ! ഈ പറയപ്പെട്ട വേദഭാഗങ്ങൾ ഏറ്റവും വലിയ ആഹ്വാനമായിട്ട് വേദപണ്ഡിതാക്കന്മാരെതിരെ കാണുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പറയപ്പെട്ട കാര്യം നിങ്ങൾക്കായിട്ട് ഒരുക്കി വച്ചിരിക്കും, നിങ്ങൾക്കായിട്ട് ശേഷിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ പ്രിയരെ, അബ്രഹാം തന്റെ സമ്പത്ത്, അബ്രഹാം തന്റെ അവകാശം, അബ്രഹാം തന്റെ വാഗ്ദത്തം ഇസ്ഹാക്കിന് കൊടുത്തു. തൻ്റെ മകനത് കൈമാറുകയാണ്, തൻ്റെ തലമുറയ്ക്ക് അത് കൈമാറുകയാണ്. ഇതേപോലെ യേശു തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലക്ക് വാങ്ങിയപ്പോൾ നാം ഓരോരുത്തരും അബ്രഹാമിന്റെ സന്തതിയായി തീർന്നു.
നാം എങ്ങനെയാണ് അബ്രഹാമിന്റെ സന്തതിയായി മാറിയത്? യേശു തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ നാം ഓരോരുത്തരും അബ്രഹാമിന്റെ സന്തതിയായി മാറി. കൂടാതെ ഇസഹാക്കിന് അബ്രഹാമിൽ നിന്നും ലഭിച്ചതായ അതേ അനുഗ്രഹം നമുക്കും ക്രിസ്തു യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ഉൽപ്പത്തിയിൽ നാം വായിക്കുന്നു, യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. അത് യേശു കർത്താവ് നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. നോക്കുക, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അനുഗ്രഹത്തെയും എല്ലാം നേടിത്തരുവാൻ അവനേറ്റ പങ്കപ്പാടുകൾ നിങ്ങൾ ഓർത്തു നോക്കിക്കേ. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ സകലത്തിലും സമ്പന്നനായ യാക്കോബിനെ, അബ്രഹാമിന്റെ കൊച്ചുമകനെ ദൈവം വീണ്ടും അനുഗ്രഹിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹത്തിന്റെ വംശാവലിയിലേക്ക് ആണ്, സകലത്തിലും അനുഗ്രഹിക്കുന്ന കുടുംബത്തിലേക്കാണ് യേശു ക്രിസ്തു നമ്മെ ദത്തെടുത്തിരിക്കുന്നത് എന്നറിയുക. വീണ്ടും പറയുന്നു, യേശു ക്രിസ്തു നമ്മെ ദത്തെടുത്തിരിക്കുന്ന ഇങ്ങനെയുള്ള അനുഗ്രഹത്തിന്റെ വംശാവലിയിലേക്ക്, സകലത്തിലും അനുഗ്രഹിക്കുന്ന കുടുംബത്തിലേക്കാണ് യേശു ക്രിസ്തു നമ്മളെ ദത്തെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടിച്ച് ചേർത്തിരിക്കുന്നത്. ദൈവം ആദാമിനെയും ഹവ്വായെയും ആരോഗ്യമുള്ള എല്ലാ മേഖലയിലും അനുഗ്രഹത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ പാപശാപ കാരണങ്ങളാൽ എല്ലാം അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു. എങ്കിലും യേശു ക്രിസ്തു നമ്മെ ഇതിൽ നിന്നൊക്കെയും വിടുവിക്കുകയുണ്ടായി. തൻ്റെ ജീവനെ നൽകി വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തു. ഇത് സത്യമായിരിക്കാൻ നാം ഇനിയും തിന്മകളിൽ, ശാപങ്ങളിൽ തുടരേണ്ട ആവശ്യമില്ല. നിങ്ങൾ രോഗത്തിലാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ശാപത്തിന്റെ കീഴിലാണ്, രോഗത്തിന്റെ കീഴിലാണ്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കാം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് രോഗസൗഖ്യം പ്രാപിക്കാം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ പ്രതിസന്ധികൾ മാറി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഏതെങ്കിലും സമാധാനമില്ലാത്ത ശാപത്തിന്റെ പ്രവർത്തനങ്ങളിൽ, അനുഭവത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും മോചനം പ്രാപിക്കാം. നിങ്ങളുടെ സാഹചര്യത്തെ, ചുറ്റുപാടിനെ, കഴിവില്ലായ്മയെ നോക്കരുത്. പകരം കർത്താവിലേക്ക് നിങ്ങൾ നോക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക. വിശ്വസിക്കുക. കണ്ണടച്ച് വിശ്വസിക്കുക. ശ്രദ്ധിച്ചാലും അബ്രഹാമിന്റെ സന്തതിയായി മാറുന്ന ഒരു വ്യക്തി എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഉയർച്ച പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അന്ധകാരത്തിൽ ഇട്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് മാനസാന്തരപ്പെട്ട എല്ലാ ദൈവവൈതലും സകലത്തിലും അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. അതാണ് 3 യോഹന്നാൻ 2-ാം വാക്യത്തിൽ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിനും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥ പരിഭാഷ ഇങ്ങനെയാണ്: അഭിവൃദ്ധി പ്രാപിച്ചും പ്രോസ്പർ പ്രാപിച്ചും പൂർണ്ണ ആരോഗ്യമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 യോഹന്നാൻ 2-ാമത്തെ വാക്യം അണ്ടർലൈൻ ചെയ്യുക, വായിക്കണം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി 1 പത്രോസ് 3:9 ശ്രദ്ധിച്ച്, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ വിളിച്ചിറക്കിയിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്.
നിങ്ങൾ ആ വേദഭാഗം വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതട്ടെ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കണ്ണുനീരിൽ തുടരാൻ വേണ്ടിയിട്ടല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നും പ്രതികൂലത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നും പ്രശ്നത്തിൽ കിടന്ന് വട്ടം തിരിയാൻ വേണ്ടിയിട്ടല്ല, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും കൂട്ടവകാശികളും തന്നെ. നാം മക്കളാണ്, നാം അവകാശികളായിരിക്കെ ഇനിയും നാം അനുഗ്രഹത്തിൻ്റെ ആ സർക്കിളിന് പുറത്ത് നിൽക്കേണ്ടവരല്ല. എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതായത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചോദിക്കുന്നുവോ അത് ഇല്ലാതെ ഇരിക്കെ അത് ഉള്ളതായി ലഭിച്ചതായി മുൻപിൽ കണ്ടുകൊണ്ട് വിശ്വസിക്കണം. ലഭിച്ചു കഴിഞ്ഞെന്ന് ഭാവിയിലേക്ക് അല്ലെങ്കിൽ ഭാവന നോക്കി കാണണം. ഈ പറയുന്ന കാര്യം വിശ്വാസത്താൽ മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ ശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ വളരെ നന്നായിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, ഇല്ലാത്ത ഒന്നിനെ, കണ്ടിട്ടില്ലാത്ത ഒന്നിനെ ഭാവനയിൽ കണ്ടുകൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. വീണ്ടും പറയുന്നു, ഇല്ലാത്ത ഒരവസ്ഥയെ, ഒന്നിനെ, കണ്ടിട്ടില്ലാത്ത ഒന്നിനെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, വിഷ്വലി നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല, നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല. എന്നാൽ അത് ഭാവനയിൽ കണ്ടുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ വചനത്താൽ എനിക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുകയാണ്. അത് നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസത്തെ ആദരിക്കുന്നവനാണ്. ഞാൻ പല എപ്പിസോഡുകളും ആവർത്തിച്ച ഒരു പോയിന്റാണ്, ദൈവം നമ്മുടെ വിശ്വാസത്തെ ആദരിക്കുന്നവനാണ്. ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിഗണിക്കുന്നവനാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവനാണ്. വീണ്ടും പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ അവൻ ആദരിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അനേകരുടെ വിശ്വാസത്തെ വലിയവനായ ദൈവം ആദരിച്ച നിമിത്തമായിട്ടാണ് പലരുടെയും ജീവിതത്തിൽ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഉണ്ടായി വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ പരിഗണിച്ചത് നിമിത്തമായിട്ടാണ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വലിയ കലവറ തുറന്ന് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ആദരിച്ചത് നിമിത്തമായിട്ടാണ് നിങ്ങളുടെ സകല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മാറി നിങ്ങളിന്ന് സമാധാന അന്തരീക്ഷത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ആദരിച്ച നിമിത്തമായിട്ടാണ് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ആദരിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥയ്ക്ക് വലിയവനായ ദൈവം മാറ്റം നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ ആദരിച്ച നിമിത്തമായിട്ടാണ് മെഡിക്കൽ കോളേജും ഡോക്ടർമാരും കൈവിട്ട ആ പ്രതികൂലത്തിന് നടുവിൽ, ആ രോഗത്തിന് നടുവിൽ നിങ്ങൾ സൗഖ്യമായി സമാധാന അന്തരീക്ഷത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ പരിഗണിച്ച നിമിത്തമായിട്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, വളരെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിന്റെ വിശ്വാസത്തെ മാനിക്കും. ദൈവം നിന്റെ വിശ്വാസത്തെ പരിഗണിക്കുക തന്നെ ചെയ്യും. വേദപുസ്തകം അത് നമുക്ക് ഉറപ്പ് നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി.
എൻ്റെ പേര് മഞ്ജു എന്നാണ്. എറണാകുളത്താണ് എൻ്റെ വീട്. ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വിളിച്ചതാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വളരെയധികം കഷ്ടതകളിലൂടെയാണ് ഇപ്പോഴും ജേണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഞങ്ങളുടെ വീടില്ല. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, ഞങ്ങളുടെ ജോലിയിൽ തടസ്സം വന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് മനസ്സ് വിഷമിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേനും നമുക്കൊരു മടുപ്പ് വരുന്നു. കുറച്ച് നേരം നമുക്ക് പറ്റണില്ല. അപ്പം നമുക്ക് എന്തൊക്കെയോ ഒരു വയ്യായ്ക പോലെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ കൊളസ്ട്രോളിൻ്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും എനിക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് അവനോട് സംസാരിച്ചപ്പോൾ അവനോട് പറഞ്ഞു, ഇങ്ങനൊരു ബ്രദർ ഉണ്ട്. അപ്പം ഞങ്ങളിന്ന് ജോലിയുടെ കാര്യമൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്തു, അപ്പം ഒന്നും ശരിയായിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണു എന്ന് പറഞ്ഞപ്പം അവനെയാണ് എനിക്ക് ബ്രദറിൻ്റെ നമ്പർ തന്നത്. അങ്ങനെ ഞാൻ ബ്രദറിനെ വിളിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ബ്രദറിനെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ലായിരിക്കും ചേച്ചി, ഈവനിങ്ങിൽ വിളിച്ചാലേ കിട്ടുള്ളൂ, ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കും എന്ന് പറഞ്ഞു. എന്തോ ഞാൻ അപ്പോഴും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി വിളിക്കണം. എന്നോട് ആരോ ഇങ്ങനെ പറയുന്നത് പോലെ തോന്നി, നീ വിളിക്കേന്ന്. ഞാൻ വേഗം ബ്രദറിനെ വിളിച്ച് രണ്ടാമത്തെ ബെല്ലടിച്ചപ്പോഴത്തേക്കും ബ്രദർ ഫോൺ എടുത്തു. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം കുറേ നേരം ബ്രദറിനോട് സംസാരിച്ചു. അപ്പം എൻ്റെ രോഗാവസ്ഥകളും കാര്യങ്ങളൊക്കെ ഞാൻ ബ്രദറിനോട് പറഞ്ഞു. അപ്പം ബ്രദറിനോട് ഒരു കുപ്പി വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ ആ വെള്ളം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. ബ്രദർ എന്നോട് കുടിക്കാൻ പറഞ്ഞു. ഞാൻ കുടിച്ചു. ആ വെള്ളം കുടിച്ച് എൻ്റെ വയറിൽ ഞാൻ കൈ അമർത്തി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതിരുന്ന ഞാൻ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. കണ്ടമാനം വൊമിറ്റ് ചെയ്തു. ഞാൻ ഹോളിൽ ഈശോയുടെ രൂപത്തിന് താഴെ, ഞങ്ങളുടെ ഈശോയുടെ പ്രേഹാളിന് താഴെ രൂപത്തിന് മുമ്പിൽ നിന്നാണ് ഞാൻ ബ്രദറിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിക്കുമ്പോൾ സാധാരണ എല്ലാവരും ടയേർഡാകും. പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് ഭയങ്കര ഉന്മേഷം കിട്ടുകയും എനിക്കിപ്പോഴും ഈശോയെ സ്തുതിക്കാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. എപ്പോഴും എനിക്ക് എൻ്റെ ഈശോയെ സ്തുതിക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ ഇറങ്ങിപ്പോയതുപോലെ അല്ലെങ്കിൽ ഈ ഒരു സമയമൊക്കെ ആയി വരുമ്പോഴത്തേക്കും എൻ്റെ മോന് 3.5 വയസ്സാണ്. അവൻ സ്കൂളിലേക്കൊക്കെ അവനെ വിട്ട് കഴിയുമ്പോൾ ഞാൻ ആകെ ടയേർഡാകും. പിന്നെ എനിക്ക് കിടക്കണം, പ്രാർത്ഥിക്കണം എന്നെൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എനിക്ക് എന്തൊക്കെയോ തടസ്സങ്ങൾ നിൽക്കുന്നു. പ്രാർത്ഥനയിലേക്ക് എനിക്ക് എത്താൻ പറ്റാത്ത തടസ്സങ്ങൾ അതെല്ലാം മാറി ഇപ്പോൾ എനിക്ക് ഈശോയെ സ്തുതിക്കാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. വല്ലാത്തൊരു ഉന്മേഷം എനിക്ക് കിട്ടിയിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ബ്രദർ പറഞ്ഞു തന്ന എല്ലാ വചനങ്ങളും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഈ സാക്ഷ്യം കേൾക്കുന്നവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ടി എനിക്കും മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നമ്മളെല്ലാവരും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്ക്. ഒരു ഗാനത്തിന് 1-2 ഈരടികൾ പാടി ഇതിന് ശേഷം പ്രാർത്ഥിക്കാൻ പോവാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. ആദിമകത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ.
വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു സമാധാനത്തിനായി കൊതിക്കുന്നവർ ഇന്ന് ആരൊക്കെയാണ്? ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഒരു സമാധാനത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാന അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ദിവ്യ സമാധാനത്താൽ അനേക ഭവനങ്ങളിൽ കർത്താവിൻ്റെ കരം ചലിക്കപ്പെടുമാറാകട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ജീവിതം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ആ രോഗമുണ്ടല്ലോ, ആ പ്രതികൂലമുണ്ടല്ലോ, കർത്താവിൻ്റെ പഴുതുള്ള കരം തൊട്ട് കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാണ്. അതുപോലെ തന്നെ ശക്തമായ തലവേദന നിമിത്തം ബുദ്ധിമുട്ടുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ശക്തമേറിയ ദൈവത്തിൻ്റെ കരം ആ കുടുംബത്തിൻ്റെ മീതെ വ്യാപരിച്ച് ഒരത്ഭുതം സംഭവിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഡിസംബർ മാസത്തിൽ തന്നെ ചിലരുടെ വിഷയത്തിന് അത്യുന്നതനായ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തെന്ന് മാനിക്കാനായിട്ട് പോകുകയാണ്. ആരുടെ വിവാഹമാണ് മുടങ്ങിയിരിക്കുന്നത്? കഴിഞ്ഞ 3-4 തവണ എല്ലാ കാര്യങ്ങളും അടുത്തു വന്നതാണ്, മുടങ്ങിപ്പോയി. പല സന്ദർഭങ്ങളിലും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കഴിയുമ്പോൾ മുടങ്ങിപ്പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള ചില കുടുംബങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില ആഴ്ചകൾക്കുള്ളിൽ ഒരത്ഭുതം നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കാനായിട്ട് പോകുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന്, ആ കുടുംബം ഏകദേശം 15 ലക്ഷം രൂപ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വായ്പയായിട്ട് കൊടുത്തതാണ്. ഭവനവടിയുമായിട്ട് ബന്ധപ്പെട്ട് വായ്പയായിട്ട് കൊടുത്തു. എന്നാൽ തിരികെ അവർക്ക് കൊടുക്കാൻ കഴിയാതെ ഒരവസ്ഥ ഉണ്ടായി. എന്നാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ നൽകിക്കൊടുത്ത സാമ്പത്തികം തിരികെ നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കാൻ പോകുകയാണ്. അങ്ങനെ വ്യത്യസ്ത നിലകളിൽ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലോകത്തിന്റെ അനേക ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത കുടുംബങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയുടെ ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ഐശ്വര്യവും നന്മയും ഈ കുടുംബങ്ങൾ വാഴട്ടെ. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന്റെ ചിറന്മരവൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.